ഹലോ എവരി വൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോബ്സ്റ്റർ ഡിഷാണ്. ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുന്നു എന്ന് പരിചയപ്പെടാം. പ്ലീസ് വെൽക്കം. ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നൈഫ് കടത്തി നമ്മൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ലോബ്സ്റ്ററിൻ്റെ ഫ്ലഷ് ഒന്നും നഷ്ടമാകാതെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റസ്റ്റൈനും എടുത്ത് കളയണം. ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു മസാല കുറച്ചൊരു മറിനേഷൻ ചെയ്താണ്. നമുക്കിഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് നമുക്ക് മറിനേറ്റ് ചെയ്യാൻ സാധിക്കും. മറിനേറ്റ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ വെക്കാം. ഇതിൻ്റെ ഷെല്ല് നമുക്ക് നല്ല ഹോട്ട് വാട്ടറിൽ ക്ലീൻ ചെയ്ത് നമുക്ക് വെക്കാം. ഈ സെയിം ഷെല്ലിൽ തന്നെ സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു സൈഡിൽ മാറ്റി വെക്കാം. നമുക്ക് ഇതിനൊരു ഗ്രീൻ സോസ് ഉണ്ടാക്കാം. ഈ ഗ്രീൻ സോസിന് വേണ്ടി പാഴ്സലി, നമ്മുടെ എരിവുള്ള മുളകിൻ്റെ അരി കളഞ്ഞിട്ട് അത് ചോപ്പ് ചെയ്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് നമുക്ക് ഇതിനകത്ത് അരച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് ആൻഡ് റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇത് ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വന്നത്. ഗ്രിൽ ചെയ്യാനായിട്ട് നമുക്ക് തീ കത്തിക്കാം. ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ നല്ല ചൂടിൽ 2 സൈഡും ഗ്രില്ല് ചെയ്തെടുക്കുക. കളർ നഷ്ടമാകാതെ 1 മിനിറ്റ് സോസ് കുക്ക് ചെയ്യാം.
ഗ്രീൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ക്രീമി ചില്ലി സോസ്, ഇതൊരു ഓപ്ഷണലാണ്. ഇത് നല്ല ഒരു സോസാണ്. Now it's ready to serve. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ഇനിയും പുതിയ ഡിഷസുമായി വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ.